ഈ മറ്റുള്ളവരെ പുച്ഛിക്കുന്നു ഭയങ്കര പാപമാണ്. നമ്മൾ ചുറ്റുമുള്ള ആൾ പുച്ഛിക്കുക, പള്ളി പോകുന്നവനെ പുച്ഛിക്കുന്നു, ബൈബിൾ പഠിക്കുന്നവനെ പുച്ഛിക്കുന്നു, സുവിശേഷ പ്രഘോഷകരെ പുച്ഛിക്കുന്നു, യേശുവിനെ പുച്ഛിക്കുന്നു, പരിശുദ്ധ അമ്മയെ പുച്ഛിക്കുന്നു, വിശുദ്ധരെ പുച്ഛിക്കുന്നു, ധ്യാനിക്കാൻ പോകുന്നവരെ പുച്ഛിക്കുന്നു. ഈ പുച്ഛിക്കുന്നത് തന്നെ അവന്റെ ഗ്രേസിനെ ബാധിക്കും. ദൈവകൃപ അവനിലേക്ക് ഒഴുകുന്ന ബ്ലോക്കായി പോകും. ആളുകൾ മറ്റുള്ളവർക്ക് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു, വിധിക്കുന്നു. എല്ലാവരും പുച്ഛിക്കുക. അവൻ്റെ കുടുംബം കണ്ടില്ല, അവൻ്റെ മക്കൾ കണ്ടില്ല, അവൻ്റെ അപ്പം കണ്ടില്ല, അവനിങ്ങനെയല്ല ഇങ്ങനെയല്ല. ഒരുപാട് പുച്ഛഭാവം. ഈ പുച്ഛഭാവം എന്നത് കയറുന്നത് തന്നെ നമുക്ക് വലിയൊരു ഡേഞ്ചറസ് ആണ്. അതോടെ നമ്മുടെ ഗ്രേസ് പിന്നെ കിട്ടത്തില്ല, പ്രവർത്തിക്കത്തില്ല. ഒരു കുടുംബത്തെ വിഷമിക്കുമ്പോൾ, മറ്റൊരുത്തം വിഷമിക്കുമ്പോൾ പുച്ഛിക്കുന്നത് കാണാൻ പറ്റും, പരിഹസിക്കുന്ന സംഭവം, പുച്ഛഭാവം. ഇതാണ് ഇത് സമൂഹത്തിന് കൃപ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ദൈവരാജ്യത്തെ ബൈബിളിനൊക്കെ എടുത്ത് പുച്ഛിക്കും. ബൈബിളൊക്കെ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ചില വചനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛിക്കുന്ന സമൂഹത്തിൽ സഭയെയും എല്ലാം പുച്ഛിക്കുന്ന കാണാൻ പറ്റുമേ. ഈ പുച്ഛിക്കുന്ന ഭയങ്കര ഡേഞ്ചറസാണ്. തങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങളാണ് ശരി എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷേ പള്ളിയും പ്രാർത്ഥനയും എല്ലാവരും കാണിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ എത്തുന്നില്ല. കാരണം അവൻ അഹങ്കാരമാണ്, സ്പിരിച്വൽ പ്രൈഡാണ്.